ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ യേശുപ്പച്ചനോടും അമ്മ മാതാവിനോടും ഒത്തിരിയേറെ ക്ഷമ ചോദിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് അഖില. ഞാൻ പാലാ രൂപത കടനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ലീവിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷത്തോളമായി ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ MOH ഷാർജയിലേക്ക് പോകാനായിട്ട് MOH എക്സാം എഴുതാനായിട്ട് ഇവിടെ ഒരു ആലപ്പുഴയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു. 10 ദിവസത്തെ ക്രാഷ് കോഴ്സിന് 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഗുജറാത്തിലാണ് അവളുടെ വീട്. ഞാനിവിടെ എൻട്രൻസിൽ വന്നപ്പം രാവിലെ 7-8 മണി ആയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ എൻട്രൻസിൽ ആരും ഇല്ലായിരുന്നു. ഞാനിവിടെ എൻട്രൻസിൽ വന്നു മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അന്നേരം എനിക്കൊരു 4 to 5 സെക്കൻഡ് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായി. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണ് അത് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾക്ക് ട്രെയിനിന് സമയമായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി. ഞാൻ വീട്ടിൽ ചെന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു എക്സാമിന് ഞാൻ പോയി. ആകെ 4 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഏതായാലും ജയിക്കും, എനിക്ക് 4 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു കുറേ നാളുകൾക്ക് ശേഷം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കുകളെല്ലാം മറന്നുപോയി, പ്രാർത്ഥനകളെല്ലാം മറന്നുപോയി. അങ്ങനെ 1.5 മാസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സിങ് എല്ലാം സ്മൂത്തായി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലേക്ക് വന്നു. ഞങ്ങളിവിടെ ഷാർജയിൽ ഞാനവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ രാവിലെ ആകുമ്പോൾ അവർ ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണ്. ഒരു റിപ്ലൈയും വരുന്നില്ല. അവസാനമായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ടും ഞാൻ എൻ്റെ മെറിറ്റിലാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പം ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ആൻസറിൽ അവർ ഭയങ്കര ഇമ്പ്രസീവ് ആവുന്നുണ്ട്. അവർ വെരി ഗുഡൊക്കെ പറയും. ലാസ്റ്റ് എന്നോട് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. എൻ്റെ നാവിൽ ആരോ ചെങ്ങലയിട്ടതുപോലെ എനിക്ക് തോന്നുക. ഞാൻ ആലോചിക്കുമ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഒരു ഇരുട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എനിക്കങ്ങ് ആകെ ഭയങ്കര സങ്കടമായി. പിന്നെയാണ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലായി. ഇത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായി. അന്നേരമാണ് ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കിനെക്കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ റൂമിലെത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ വിസിറ്റിംഗ് വിസ തീരാൻ ആകെ 2 ആഴ്ചയേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ജോലി കിട്ടി. അങ്ങനെ 2 വർഷം കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ വിസ തീരാറായി, റിന്യൂ ചെയ്യാറായി. അപ്പോൾ എന്നെ HR വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ വിസ തീരാറായി, 1.5 ലക്ഷം രൂപയോളം ഇവിടെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. ഈ ആഴ്ച തന്നെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിൽ ICUവിൽ ശ്വാസമുട്ടലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം ഞങ്ങൾക്ക് ആകെ ടൈറ്റായിട്ട് ഇരിക്കുക. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. യൂഷ്വലി എനിക്ക് 9 to 1 5 to 10 ആണ് ഡ്യൂട്ടി വരുന്നത്. ഞാൻ 9 to 1 കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് വരുമ്പം ഞാൻ എൻ്റെ മുറി വന്നിട്ട് ഞാനൊരു കൊന്ത എത്തിച്ചിട്ടേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് കൊന്തയെല്ലാം പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന മാതാവിൻ്റെ ഒരു രൂപത്തെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ കരഞ്ഞ് മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് ഞാൻ ഈശോപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ ഈശോപ്പച്ച, എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ എന്നെ അവിടുത്തെ GM വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം പകുതി മാത്രം ഇപ്പം തന്നാൽ മതി, ബാക്കി ബാലൻസ് പൈസ നിങ്ങളുടെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി.
പിന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ എന്താ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഇപ്പോഴും മെഡിക്കൽ സെൻറ്ററിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണോ? ഇതുവരെ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ഞാനാണെങ്കിൽ മൂന്ന് പ്രാവശ്യം OET ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഫെയില്. ഞാൻ പുറത്ത് പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. എല്ലാം അവസാനമാകുമ്പോൾ എല്ലാം അങ്ങ് നടക്കുന്നില്ല. അങ്ങനെയായപ്പോൾ എനിക്കും അങ്ങ് ഭയങ്കര സങ്കടമായി. എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാനും ഇങ്ങനെ ഓർത്തു, ദൈവമേ, എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് 2 പറയുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര മുൻകോപിയായിരുന്നു ഞാൻ. എൻ്റെ ഒത്തിരിയേറെ സ്വഭാവങ്ങൾ ഒത്തിരിയേറെ മാറ്റി. ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. ടച്ചിങ് ആയിട്ടുള്ള പല മെസ്സേജുകൾ ഞാൻ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. എന്നിട്ടും ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മാറ്റങ്ങൾ വരുത്തി, എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ഞാനിങ്ങനെ ഓർത്തു. കാരുണ്യപ്രവൃത്തികൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എൻ്റെ കാരുണ്യപ്രവൃത്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് എല്ലാം ഞാൻ ദൈവത്തിനെയാണ് കാണുന്നത്. പിന്നെ പനി പിടിച്ച് വിറച്ച് വരുന്നവർക്ക് ഒക്കെ അവരെന്നോട് പുതപ്പ് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുവാണ്, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ പുതപ്പിച്ചു എന്നാണ് എനിക്ക് അതായത് തോന്നുന്നത്. പിന്നെ ഞാൻ ഓരോ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നിട്ടും എനിക്ക് പറ്റാവുന്നവരെയൊക്കെ വിശക്കുന്നവരെയൊക്കെ ഞാൻ ഒത്തിരിയേറെ സഹായിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒത്തിരിയേറെ ജെനുവിനായിട്ട് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഞാൻ എപ്പോഴും എനിക്കും അവസാനമായപ്പോൾ എനിക്കും ഭയങ്കര ഡെസ്പായി. ഞാൻ ഭയങ്കര ഡിപ്രഷനായി. ദൈവമേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തൽ, എൻ്റെ അവിടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സൊക്കെ പറയും, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ ഇത്ര എളിമപ്പെട്ടിട്ടും എന്താ നിനക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചൊവ്വാഴ്ച എനിക്ക് ഓൺലൈൻ ഉടമ്പടി ധ്യാനം എനിക്ക് കാണാൻ പറ്റുകയില്ല. എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എനിക്ക് ബുധനാഴ്ചകളിലാണ് ഓഫ് വരുന്നത്. അന്ന് ഞാൻ എന്നും ഉടമ്പടി ധ്യാനം കാണും. അങ്ങനെ ധ്യാനം ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ജോസഫ് അച്ഛൻ പറയുവാണ്, ഒരാൾ 3 വർഷമായി സാക്ഷ്യം പറഞ്ഞിട്ട് അയാൾ എന്നാണോ സാക്ഷ്യം പറയുന്നത്, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, അന്നേരമേ അയാൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അത് എന്നെക്കുറിച്ചാണ് എന്ന്. പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, നീ എന്താണ് ഒന്നിനും ട്രൈ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്നേരം എല്ലാം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊരു ആ സമയത്തൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒത്തിരി പേർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ പൈസ ഇല്ലാതെയൊക്കെ വരുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ സോഷ്യൽ മീഡിയാസിലുള്ളവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കാറുണ്ട് ഞാൻ. പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അത്രയേറെ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഇപ്പോൾ ഒത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ എൻ്റെ കൃപാസന മാതാവിന് ഈശോപ്പച്ചനും ഒത്തിരിയേറെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. യെശയ്യാ 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അഖില മേരി ജെയിംസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലുണ്ടായ ഉയർച്ച താഴ്ചകളെയും
അമ്മ മാതാവ് മകളെ വഴി നടത്തിയതും പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ഉടമ്പടിയിലേക്കുള്ള മടങ്ങിവരവ് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമായതുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പഠന ഭാഗമായിട്ട് അമ്മയുടെ അരികിൽ വന്ന അമ്മയെ കണ്ട് ഉടമ്പടി എടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. പാതി വഴിയിൽ വെച്ച് ഉടമ്പടി തിരിയൊന്ന് ഉഴപ്പി. പിന്നീട് അത് ക്ലേശങ്ങളുടെ ഒരു കാലമായി തീർന്നു. വിദേശത്ത് പോകുവാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകുന്നു. അങ്ങനെ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല, എവിടെയോ കാര്യമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് മകൾ തിരിച്ചറിയുന്നത് ഉടമ്പടിയിൽ തനിക്കുണ്ടായിരുന്ന തീഷ്ണത, അതിനോടുണ്ടായിരുന്ന വിശ്വസ്തത, അത് ജീവിച്ചിരുന്ന രീതികൾ, അതിൽ നിന്ന് പിന്നോട്ട് മാറിയത് തൻ്റെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല ഭൗതിക ജീവിതത്തെയും ബാധിച്ചു എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് മകൾ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ജോലി സ്ഥിരത ലഭിക്കുകയും വിദേശത്ത് പോകുവാൻ വഴിയൊരുങ്ങുകയും അവിടെ ജോലി കണ്ടെത്തുവാനുള്ള കാര്യങ്ങൾ ശരിയാവുകയും കുടുംബവും ജീവിത സാഹചര്യവും സുരക്ഷിതമായി സ്റ്റാറ്റസ് ഉയരുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിതത്തോടാണ് സംവേദിക്കുന്നത്. അത് ശരിക്കും നമ്മൾ ഗ്രാഫുകൾ കാണുന്നത് പോലെ ഈ തരംഗങ്ങൾ പോലെ എപ്പോഴും നമുക്ക് കാണാനാവും. നമ്മൾ ഉടമ്പടിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ആ തരംഗം ഉയർന്നു തന്നെ വരും. നമ്മൾ ആ വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറി അലസതയും അലക്ഷ്യമായും ജീവിതം നമ്മൾ നയിച്ചു തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ദൈവകൃപയും ദൈവാനുഗ്രഹവും ദൈവ സാന്നിധ്യവും കുറയുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും സ്റ്റഡിയായി പോവുക ആത്മശുദ്ധിയോടുകൂടി ജീവിതത്തെ നിലനിർത്തുന്നവർക്ക് മാത്രമാണ്. ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടി നാം ഓടിവന്നെടുത്ത് അത് കഴിയുമ്പോൾ മടക്കി വയ്ക്കേണ്ടതല്ല. ഉടമ്പടി ഓരോ നിമിഷവും ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ വേണ്ടി നാം എടുക്കുന്ന ഓപ്ഷനാവണം. പലപ്പോഴും നമ്മൾ പരീക്ഷാ വിജയത്തിന്, ജോലി കിട്ടുന്നതിന്, കുടുംബ സമാധാനത്തിന്, വിവാഹം നടക്കുന്നതിനുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ കരുതുന്നു കാര്യങ്ങളെല്ലാം സെറ്റായെന്ന്. പക്ഷേ ഉടമ്പടി നിങ്ങൾ എടുത്തവരാണോ വളരെ വേഗത്തിൽ മനസ്സിലാവും, ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ 10 കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രം അമ്മയെ കാണുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് നമ്മുടെ ജീവിതം തന്നെ കുറേ കൂടി ആത്മീയ ഇരുത്തത്തിലേക്ക്, ദൈവിക സംരക്ഷണത്തിലേക്ക്, ദൈവസ്നേഹ അനുഭവത്തിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നതായി നാം മാറ്റുവാൻ തയ്യാറാകുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നാം പോലും അറിയാതെ ഒരു ദൈവികമായ സംരക്ഷണയിൽ മുന്നോട്ട് പോകുന്നതും പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ഇന്നലെയും നാളെയും ഞാൻ എങ്ങനെയാകും എന്ന ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. ജോലി കിട്ടുന്നതിന് മുമ്പും ജോലി കിട്ടിയ ശേഷവും, പരീക്ഷ വിജയിച്ചതിന് ശേഷവും വിജയിക്കുന്നതിന് മുമ്പും ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിന് മുമ്പിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കാര്യം നേടിയിട്ട് ഇട്ടിട്ട് പോകുവാനുള്ളതല്ല, കാര്യങ്ങൾ ലഭിക്കും തോറും കൂടുതൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിതത്തെ ആഴപ്പെടുത്തുവാനുള്ളതാണ്. അതിനുവേണ്ടി അമ്മയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അലസതയും വീഴ്ചയും വരുന്നുവെങ്കിൽ അവ തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുക. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് മേൽ ദൈവശക്തി പ്രവഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കിലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.